UDF ജനപ്രതിനിധികളുടെ സംഗമം കൈകോർക്കാം മിഷൻ 2025 സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗമത്തിൽ നിയോജക മണ്ഡലത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും മികച്ച യുവ കർഷകനുള്ള അവാർഡുകളും വിതരണം ചെയ്തു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വിജയം വരിച്ച രീതിയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമയോടെ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്താൽ UDFന് വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1995 മുതൽ ജനപ്രതിനിധികളായ നേതാക്കന്മാരെ ആദരിക്കുന്നതിനായി പിറവത്ത് നടത്തിയ ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഒരു ആവേശം നമ്മുടെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു ആത്മവിശ്വാസം അല്ലേ, നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മുന്നൊരുക്കമാണ്. ഏത് തെരഞ്ഞെടുപ്പും മുന്നൊരുക്കം നടത്തിയാൽ ചെയ്യും, മുന്നൊരുക്കം നടത്തിയില്ലെങ്കിൽ പോകും. എത്ര ഈ പിറവ മുനിസിപ്പാലിറ്റി പോക്കേണ്ട വല്ല കാര്യമില്ല, പോക്ക പാടില്ല. വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കും. കൂത്താങ്കോട് മുനിസിപ്പാലിറ്റി പോക്കേണ്ട കാര്യമുണ്ടോ? പിടിക്കണം. നമുക്ക് ഇവിടെ 9 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും പിന്നെ ഒരു 4 മുനിസിപ്പാലിറ്റി കൊണ്ടുവരില്ല അല്ലേ, അത് അടക്കം നമ്മുടെ ഭാഗത്ത് എല്ലായിടത്തും ഉജ്ജ്വലമായ വിജയം നമുക്ക് വേണം. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഒരു വിള്ളലുമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു BJP-കാരനും ഇവിടെ കഴിയില്ലാത്ത പ്രവർത്തകരെന്ന് അടിവരയിട്ട് പറയുന്ന ജനവിധികളാണ് നമ്മൾ ഓരോ തവണയും ഉണ്ടാക്കിയിട്ടുള്ളത്. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം എങ്ങനെ മുന്നോട്ട് പോകും, അതിനുമുമ്പായി വിദ്യാഭ്യാസ ഗുണങ്ങളിൽ നടക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഒക്കെ കേരളം 2050 വരെ വരുന്ന 25 വർഷക്കാലം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ച് വിശദമായുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളെ പറയും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സംഘടിപ്പിച്ചുകൊണ്ട് എന്തിനു വേണ്ടി UDF നിലകൊള്ളും എന്നുള്ളത് കേരള ജനതയെ ബോധ്യപ്പെടുത്തുക, അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുവാൻ, ഇന്ന് കാണുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ പൂരിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയനായ പ്രതിപക്ഷ നേതാവ് പിറവം MLA അനൂപ് ജേക്കബ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജെയ്സൺ ജോസഫ്, ആശാ സനൽ, രാജു പാണാലിക്കൽ, ജോണി അരീക്കാട്ടിൽ, സുനിൽ ഇടപ്പാലക്കാട്ട്, PC ജോസ്, R ഹരി, വിൽസൺ K ജോൺ, KR പ്രദീപ് കുമാർ, ഉല്ലാസ് തോമസ്, റീസ് പുത്തൻവീട്ടിൽ, CA ഷാജി, KK സോമൻ, അരുൺ കല്ലറക്കൽ, MM ബഷീർ, MP ജോസഫ്, KJ ജോസഫ്, KV മാത്യു കാരിത്തടത്തിൽ, ഏലിയാസ് മങ്കിടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. UDFന്റെ ശക്തമായ തിരിച്ചുവരവ് കേരളം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പടയോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം UDFന് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. 2 സീറ്റുകൾ നമുക്ക് നിലനിർത്തിയപ്പോൾ നിലമ്പൂർ സീറ്റ് LDF-ൽ നിന്ന് പിടിച്ചെടുക്കുവാൻ UDFന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിലെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ആ കർശനമായ നിലപാട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനമാണ്. ന്യൂസ് ബ്യൂറോ പിറവം.